നാച്ചുറലായിട്ടുള്ള പാറ തുറന്ന് അതിനകത്ത് മുറികളുണ്ടാക്കി സ്റ്റെപ്പും കെട്ടി ചെയ്തിരിക്കുന്നതാണ്. ऐसे ऊपर जाना? हाँ हाँ. ओ स्लीपर है. എന്താ വെള്ളം ഇറങ്ങി വരുന്നത് നോക്ക്. ഇങ്ങനെ വേണം കയറി പോകാനായിട്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാണോ അല്ലേ? അന്ന് എന്ത് ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തെന്ന് അറിയത്തില്ല. ഭീതിഭീകരമായൊരു പാറ മല തുറന്നുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിനകത്തായിരുന്നു അന്നത്തെ രാജാവൊക്കെ താമസിച്ചിരുന്നത്. നല്ല കഥപ്പാണ് സാറേ. സ്വരം കിതയ്ക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അധികം ശരീരം ഇറങ്ങി ഇപ്പോൾ ഈയിടെയായിട്ട് ശീലമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ 2 ലോങ് ബ്രേക്ക് എടുക്കട്ടെ. വീണ്ടും ദേവഗിരി ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നു. ഉടനെ ക്ലോസ് ചെയ്യുമെന്ന് പറയുന്നു. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം കുറച്ച് മുകളിലെത്തിയിട്ട് തിരിച്ച് വരാനുള്ള ശ്രമത്തിലാണ്. മഴ പെയ്ത് കാരണം പാറയിൽ അവിടെ ഇവിടെയൊക്കെ ലീക്കുണ്ടായിട്ട് ഒരുപാട് സ്ഥലത്ത് വെള്ളങ്ങൾ കിടക്കുന്നു. അതാ മുന്നിൽ വാതിൽ അടഞ്ഞതായി കാണുന്നു. ഞാനത് തുറക്കുന്നു. ഭാഗ്യം തുറന്നു. തിരിച്ചു വരുമ്പോൾ അവരടച്ചാൽ ഇന്ന് രാത്രി ഈ കോട്ടയിൽ കിടന്നുറങ്ങാം. അസുലഭ ഭാഗ്യം ലഭിക്കുന്നതായിരിക്കും. ഇനി കുറേ പോകണ്ടാവും. പകുതിയായിട്ടുള്ളതെന്നാണ് പറയുന്നത് ഒരു ചേട്ടൻ, ഹിന്ദിക്കാരൻ ചേട്ടൻ. ഇത് രഹസ്യ വഴികളായിരുന്നു. മുകളിലെത്തിയോ സാറേ? ഒരുവിധം മുകളിലെത്തി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് ഇനിയും ധാരാളമുണ്ടെന്നാണ് ഒച്ചപ്പാടുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പിള്ളേരാണ്. വലിച്ചു പിടിക്കുന്ന വെള്ളമോ വേറൊന്നുമല്ല. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാതെ സാറേ. ഇത്ര ലോങ്ങാക്കണ്ട. ഇതിനുള്ളിൽ കുത്തിയെടുത്തേക്കാണ് ഈ കോട്ട മുഴുവൻ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തണം.